ആരാണ് സൂത്രശാലി? ആ തുപ്പൻ കഴുത. തുപ്പനോ? ഏയ്, തുപ്പൻ അവൻ അന്ന് പറഞ്ഞത് രാവിലെ വൈദ്യരെ കാണാൻ വന്നു എന്നും അപ്പോൾ അവിടെ വൈദ്യരുണ്ടായിരുന്നില്ല എന്നൊക്കെയല്ലേ. വൈദ്യശാല ആകെ അലങ്കോലമായി കിടന്നത് കണ്ടപ്പോൾ നാട്ടുകാരോട് പറഞ്ഞു എന്നുമാണ്. നമ്മളന്ന് അലാറം കേട്ടുണർന്നത് രാവിലെ 6 മണിക്കാണ്. കൊട്ടാരത്തിൽ നിന്ന് ഫോൺ വന്നത് ഏതാണ്ട് 1/2 മണിക്കൂറിന് ശേഷം. അപ്പോൾ അതിനു മുൻപ് കിഡ്നാപ്പിംഗ് നടന്നിട്ടുണ്ടാവും. അതായത് 6-ന് മുൻപ് തുപ്പൻ അവിടെ എത്തി എന്നർത്ഥം. വൈദ്യശാലയിലേക്ക് ഇത്ര രാവിലെ അവൻ എന്തിനു വന്നു? പക്ഷേ തുപ്പനൊരു കൃഷിക്കാരനാണെന്നാ പറഞ്ഞത്. അതുപോട്ടെ, വൈദ്യരൊരു അത്ഭുത മരുന്നുണ്ടാക്കുന്നതായി കേട്ടിരുന്നു എന്നവൻ പറഞ്ഞിരുന്നല്ലോ. അതറിഞ്ഞ ആരെങ്കിലും ആവും വൈദ്യരെ തട്ടിക്കൊണ്ടുപോയതെന്ന് തുപ്പൻ പറഞ്ഞതോർക്കുന്നുണ്ടോ? യെസ്, ഞാൻ ഓർക്കുന്നു. വൈദ്യർക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ബോസ് ചോദിച്ചപ്പോൾ അവന്റെ മറുപടി എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. വൈദ്യരുടെ മരുന്നിന് വലിയ ഫീസാണെന്നും അതുകൊണ്ട് ശത്രുക്കൾ പോലും അതുവഴി വരില്ലെന്നുമാണ് അവൻ പറഞ്ഞത്. അതെ, അങ്ങനെയാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞ ഈ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടും തന്നെയോ നുണയാവാനാണ് സാധ്യത. നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവ്വം ചമച്ച മറുപടികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വൈദ്യർക്ക് ശത്രുക്കളാരുമില്ലെന്ന അവന്റെ മറുപടി കൊണ്ട് യഥാർത്ഥത്തിൽ അത്ഭുത മരുന്നിനു വേണ്ടി വൈദ്യരെ ആരോ തട്ടിയെടുത്തു എന്ന നുണ വിശ്വസിക്കാൻ നമ്മെ അവൻ പ്രേരിപ്പിക്കുകയായിരുന്നു. സത്യത്തിൽ നാം അത്ഭുത മരുന്നുകൾ തട്ടിയെടുക്കുന്ന സംഘത്തിന് പിന്നാലെ നമ്മുടെ അന്വേഷണം തുടങ്ങിയേനെ. എന്നാൽ ഭാഗ്യവശാൽ അപ്പോഴാണ് ബോസിന് വയറുവേദന കലശലാവുകയും എങ്ങോട്ടോ ജീപ്പ് ഓടിച്ചു പോയി അറിയാതെയാണെങ്കിലും യഥാർത്ഥ പ്രതിയെ പിടിക്കുകയും ചെയ്തത്. തുപ്പൻ നുണ പറഞ്ഞ് നമ്മെ വഴിതിരിച്ചുവിടാനാണ് ശ്രമിച്ചത് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. വെൽ ഡൺ ടീമു, നിന്റെ നിരീക്ഷണങ്ങൾ എനിക്കും ഇപ്പോൾ ബോധ്യമാകുന്നുണ്ട്. നേരം ഒരുപാട് വൈകി. അപ്പോൾ നാളെ രാവിലെ നമ്മൾ എങ്ങോട്ട് പോകുന്നു? സംശയമെന്ത്, നേരെ തുപ്പന്റെ താവളത്തിലേക്ക്. എന്താണ്? ആ ടൗണിലെ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു പരിചിത മുഖം കണ്ടു. ആരാണ്? തുപ്പൻ. വണ്ടി റിവേഴ്സ് എടുക്കണോ? നമ്മെ കണ്ടാൽ അവൻ ഓടുമോ? അവൻ പഠിച്ച കള്ളനാണ്. നമ്മെ കണ്ടാൽ അവൻ ഓടില്ല, ഉറപ്പ്. വണ്ടി റിവേഴ്സ് എടുക്കൂ. ഏയ് തുപ്പ. ഹായ് സാർ. സാറന്മാരെങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ ചുമ്മാ ഇറങ്ങിയതാ. വരുന്നോ? തുപ്പൻ എന്താ ഇവിടെ? ഞാൻ കമ്പോളത്തിൽ റബ്ബർ ഷീറ്റ് വിൽക്കാൻ വന്നതാ. വരൂ, ഒന്ന് കറങ്ങിയിട്ട് വരാം. സാറെന്താ ജീപ്പ് നിർത്തിയത്? പറയാം. തുപ്പ. എന്താ സാർ? ഇനി പറ തുപ്പ, കിണ്ണാകൃതിക്കാട്ടിലെ ഉണ്ണി വൈദ്യരുടെ കിഡ്നാപ്പിംഗ് കേസിൽ നിന്റെ പങ്കെന്തായിരുന്നു? എന്ത് സാർ എന്താണ് ഈ പറയുന്നത്? തുപ്പ, ഒളിച്ചു കളി നിർത്തിക്കോ. അയ്യോ അയ്യോ അയ്യോ, തല്ലല്ല സാർ. അയ്യോ അയ്യോ, തല്ലല്ല സാർ. അയ്യോ അയ്യോ. ഒന്നുകൂടെ തരട്ടെ? ഇനി എന്നെ തല്ലരുത്. ഞാനെല്ലാം പറയാം. അയ്യോ അയ്യോ അയ്യോ. മിടുക്കൻ. ആ അനൂപ്, അവനാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. കൊട്ടാരം ഇന്റലിജൻസ് ഈ കേസ് അന്വേഷിക്കുമെന്നായിരുന്നു അനൂപിന്റെ കണക്കൂട്ടൽ. അത് അയാൾ എന്നോട് പറഞ്ഞിരുന്നു. ടൈഗർ ഒരിക്കലും ഈ കേസ് ഏറ്റെടുക്കരുതെന്ന് അനൂപ് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കാട്ടുരാജാവ് ഈ കേസ് ടൈഗർ ഏൽപ്പിച്ചത് അനൂപിനെ ഞെട്ടിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളെ വഴിതെറ്റിക്കാൻ അവൻ എന്നെ വിട്ടത്. അയ്യോ. എന്തിനാണ് അനൂപ് ഉണ്ണി വൈദ്യരെ തട്ടിയെടുത്തത്? അയ്യോ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ജയിലിലാണ്. അയാളെ വിട്ടുകിട്ടാൻ വേണ്ടിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഇനി പറ, അനൂപ് ഇപ്പോൾ എവിടെയുണ്ട്? അയ്യോ അയ്യോ, അതെനിക്കറിയില്ല. അയ്യോ അയ്യോ.
അനൂപിന്റെ താവളം കിടുക്കാച്ചി മലയിലെ മൊട്ടാമ്പിടി ഗുഹയിലാണ്. ഗുഡ് ബൈ. അനൂപ്, ഒളിച്ചിരിക്കാതെ ഇറങ്ങി വാടാ. ഓ, ഷിക്കി സാറോ?